എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ ചിങ്ങം 1 ഇനി നമുക്കിതാ ഓണം എത്താൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഓരോ ദിവസമായിട്ട് കുറച്ച് ഓണസദ്യയുടെ വീഡിയോ ഇടാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അച്ചാർ പൊടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് അച്ചാർ പൊടി ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതേപോലെ ഇതിനകത്ത് 2 തരം അച്ചാർ, പിന്നെ ഇഞ്ചിപ്പുളി, പച്ചടി, ഇതിൻ്റെ വീഡിയോസും കൂടെ ഉണ്ട്. ആദ്യം തന്നെ അച്ചാർ പൊടി ഉണ്ടാക്കുന്നത് കാണാം. ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് 15 ഗ്രാം കടുക് ഇട്ട് കൊടുക്കാം. ആദ്യം പാത്രം നന്നായിട്ട് ചൂടാക്കണം. അതിനുശേഷം പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഈ കടുക് മൊത്തം കരിഞ്ഞു പോകും. കടുകെല്ലാം ഇതേപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്തായാലും ചൂടാറിയ ശേഷം ഇത് പൊടിച്ചെടുക്കാനുള്ളതാണല്ലോ, അപ്പം മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. ഇനി അതേ പാത്രത്തിലേക്ക് ഒരു 10 ഗ്രാം ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് ആ കടുക് പൊട്ടിയതുപോലെ തന്നെ ആയി വരുന്ന സമയത്ത് അതും പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഏകദേശം ഒന്ന് ഇതുപോലെ ചുവന്ന് എല്ലാ ഉലുവയും അങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പം തന്നെ നമുക്ക് മാറ്റാം. ഒരു 15 തൊട്ട് 25 ഗ്രാം വരെ കാശ്മീരി മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 ഗ്രാമോളം കായം ചേർത്ത് കൊടുക്കാം. മുളക് ഒന്ന് മൂത്ത് കളർ മാറി വരുന്ന സമയത്ത് അത് മാറ്റി കൊടുക്കാം. കായം ഒന്ന് അതിനകത്ത് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് കായത്തിന്റെ ആ കളറൊക്കെ മാറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇതേപോലെ ആവണം. ആ സമയത്ത് അത് മാറ്റി കൊടുക്കാം. മുളകും കായവും ഒക്കെ പൊടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതെല്ലാം വറുത്തെടുത്ത ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ആ പൊടികളൊന്ന് ചൂടാക്കിയാൽ മതി. കുറച്ച് കറിവേപ്പില അതിനകത്തിട്ട് അതേപോലെ ചൂടാക്കി എടുക്കാം. എന്നിട്ട് എല്ലാം ചൂടാറിയ ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം. മുളക് പൊടിയോ കായപ്പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചൂടാക്കിയിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരളവുകൾക്ക് ഇത്രയും അച്ചാർ പൊടിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ നോർമൽ മുളക് പൊടിയോ ചേർത്താൽ മതി. ആദ്യം തന്നെ അച്ചാറിന് എടുത്തിട്ടുള്ളത് നാരങ്ങയാണ്. നാരങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ ആവി കയറ്റി എടുക്കാം. 5-6 കാശ്മീരി മുളക്, 2 വലിയ ഡേറ്റ്സ്, ഇത് ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് വെക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. പച്ചമുളക് ഇതുപോലെ കീറി വെക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആദ്യം ആവി കയറ്റിയ നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങ ഇതേപോലെ മുറിച്ചിടണം. ഒരു നാരങ്ങ 4 ആക്കിയിട്ടാണ് ഇവിടെ മുറിച്ചിട്ടിട്ടുള്ളത്, കാരണം ചെറിയ നാരങ്ങയായിരുന്നു. ഇനി വലിയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾക്കത് 2 കഷ്ണവും കൂടെ ആക്കിയിട്ട് മുറിച്ചിട്ട് വെക്കാം. ചെറുനാരങ്ങയിലേക്ക് അച്ചാർ പൊടി, സാധാരണ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത് 3ഉം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ചു നേരം വെക്കാം. അച്ചാർ പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉലുവാപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, പിന്നെ കടുക് ഒന്ന് വറുത്ത് പൊടിച്ചത്, ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇതേപോലെ തന്നെ യോജിപ്പിച്ച് വെച്ചാൽ മതി. ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കാശ്മീരി മുളകും കൂടെ നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കാം. ഒരു പാത്രത്തിൽ നല്ലെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അച്ചാറിന് എപ്പോഴും ഇതേപോലെ എള്ളെണ്ണ എടുക്കുകയാണ് നല്ലത്. വെളിച്ചെണ്ണ എടുക്കുന്നതിനേക്കാൾ സ്വാദ് എള്ളെണ്ണ എടുക്കുന്നതാണ്. കടുക് പൊട്ടിച്ച ശേഷം അതിനകത്തേക്ക് കറിവേപ്പില, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ കളർ മാറി വന്ന ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കാശ്മീരി മുളകും കൂടെയുള്ള കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. 5-10 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിനകത്തേക്ക് നമ്മൾ ആദ്യം യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എരിവ് കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പച്ചമുളകോ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ചേർക്കാം. കുറച്ചുകൂടെ ഈന്തപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 ഈന്തപ്പഴവും കൂടെ എടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ചതച്ചോ അല്ലെങ്കിൽ ഒന്ന് അരച്ചിട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു 3-4 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. പുളിയും എരിവും ചെറിയൊരു മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അച്ചാറാണിത്. ഇനി മാങ്ങ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. ഇതും അതേപോലെ ചെറിയൊരു മധുരമുള്ള ഒരു അച്ചാറാണ്. നിങ്ങൾ ഈ മധുരം പോലെയുള്ളത് എടുക്കണം എന്നില്ല, സാധാരണ പച്ച മാങ്ങ തന്നെ എടുത്താൽ മതി. ഇത് ഉള്ളിൽ ചെറുതായിട്ടൊരു മധുരം ഉണ്ടായിരുന്നു. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെയാണ് മുറിച്ചിട്ടിട്ടുള്ളത്. ഒരു പാത്രത്തിൽ നല്ലെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് അതിനകത്തേക്ക് അച്ചാർ പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത്, കാരണം കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിലാണ് നമുക്ക് അച്ചാറിന് കുറച്ചൊരു കളർ കിട്ടുന്നത്. പിന്നെ പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം. പൊടികളൊക്കെ ഇടുന്ന സമയത്ത് ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. കുറച്ചു നേരം അങ്ങനെ യോജിപ്പിച്ച ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
ഇതിലും എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ആദ്യം അച്ചാർ പൊടിയും ഉപ്പും എല്ലാം കൂടെ മാങ്ങയിൽ യോജിപ്പിച്ച് കുറച്ചു നേരം വെച്ച ശേഷം പിന്നെ നല്ലെണ്ണയ്ക്കകത്ത് കടുക്, മുളക്, കറിവേപ്പില വറുത്തിട്ട് ഇതിനകത്തേക്ക് മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ലെങ്കിൽ. ഇനി അച്ചാർ പൊടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, കടുകിൻ്റെ പൊടി അല്ലെങ്കിൽ കടുക് ചതച്ചത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അത് എല്ലാം കൂടെ ഇട്ട് കൊടുത്താലും മതി. അടുത്തത് ഇഞ്ചിപ്പുളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞങ്ങൾക്ക് തേങ്ങ വറുത്തരച്ചൊന്നുള്ള ഇഞ്ചിക്കറിയല്ല, ഇഞ്ചിപ്പുളിയാണുള്ളത്. വട്ടത്തിലരിഞ്ഞ പച്ചമുളക്, കറിവേപ്പില, ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചി, 1-2 പീസ് ശർക്കര, ഉപ്പ്, ഉലുവാപ്പൊടി, കടുക്, പുളി, ഇതൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇഞ്ചിപ്പുളിക്ക് എപ്പോഴും നല്ല കറുത്ത പുളി ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പുളി കുതിരാൻ വേണ്ടി ആദ്യം വെള്ളത്തിലിട്ട് വെക്കണം. ഇഞ്ചിപ്പുളി എപ്പോഴും മൺചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുക്കുന്ന ആ സമയത്താണ് സ്റ്റൗ ഓൺ ചെയ്യേണ്ടത്. അതിൻ്റെ മുന്നേ ഓൺ ചെയ്ത് വെക്കരുത്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിള വന്ന ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. 2 ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ശർക്കരയിൽ അഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അതായത് ശർക്കര പാവ് കാച്ചിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര ഇട്ട ശേഷം വീണ്ടും അത് തിളപ്പിച്ച് ഏകദേശം ഒരു കട്ടി രൂപത്തിലാവുന്നത് വരെ വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചൂടാറിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, കറിവേപ്പില, ഉണക്കമുളക് വറുത്തിട്ട് കൊടുക്കാം. അടുത്തത് വെള്ളരിക്ക പച്ചടിയാണ്. വെള്ളരിക്കയോ കുമ്പളങ്ങയോ പച്ചടിക്ക് എടുക്കാം. പിന്നെ വെണ്ടയ്ക്ക, കയ്പയ്ക്ക ഇതൊക്കെ എടുക്കണവരുണ്ട്. ഞങ്ങൾ സദ്യയിൽ കാര്യമായിട്ട് വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങയാണ് പച്ചടിക്ക് എടുക്കാറുള്ളത്. വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെയാണ് മുറിച്ചിടേണ്ടത്. അതിനകത്തേക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളകും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം. ഒന്ന് വെന്ത് വന്ന ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് വീണ്ടും വേവിക്കാൻ വെക്കാം. കഷ്ണം നന്നായിട്ട് വെന്ത് വന്ന ശേഷം അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ തൈരും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വീണ്ടും അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ടിത് കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ കുറച്ചും കൂടെ പുളി ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം വീണ്ടും കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങയും തൈരും കൂടെ ഒഴിച്ച ശേഷം ഇത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ ഓഫ് ചെയ്യണം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കൂടെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ പച്ചടിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. തൈര് തേങ്ങയുടെ കൂടെ തന്നെ അരയ്ക്കണം എന്നില്ല. ആദ്യം തേങ്ങയും കടുകും ചതച്ചെടുത്ത ശേഷം ഒന്നൊഴിച്ചിട്ട് പിന്നെ അതിന് ശേഷം തൈര് ഉടച്ച് ചേർത്താലും മതി. സദ്യ രുചിയിലെ അടുത്ത വിഭവങ്ങളുമായി ഇനിയൊരു വീഡിയോയിൽ കാണാം.